ഈ കാലം മനസ്സിലാക്കി കാര്യങ്ങൾ വിശദീകരിക്കുന്ന ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. അദ്ദേഹത്തിന് ആ ശരിയുടെ മാർഗത്തിൽ കാലത്തോട് ചേർത്ത് വെച്ച് ശരികൾ സംസാരിച്ച് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. കാര്യങ്ങൾക്കല്ല, അത് രാഷ്ട്രീയ പാർട്ടിയായിട്ടുള്ള സഖ്യത്തിനൽക്കാം. അത് അവർക്ക് തീരുമാനിക്കാം. ഞങ്ങളല്ല ഇതിൽ അഭിപ്രായം പറഞ്ഞത്. വെൽഫെയർ പാർട്ടി മത സംഘടന എന്നുള്ള നിലക്കാണ് അവർ രാഷ്ട്രീയങ്ങൾ കണ്ടുകിട്ടുന്നത്. അവര് ഭരണഘടന അത് രാഷ്ട്രീയ പാർട്ടിയാണ്. ജമാഅത്തെ ഇസ്ലാമിയായിട്ടുള്ള സഖ്യത്തിനെ പറ്റിയല്ല ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. ജോസ് കെ മാണി LDF ഒക്കെ വന്നു. അത് നിങ്ങൾ ആരെയും വന്ന് ചോദിച്ചില്ല, ചോദിച്ചിട്ടില്ലല്ലോ. എന്നതുപോലെ തന്നെ ആർക്കും ആരെയും കൂടാ. അത് ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും പറഞ്ഞോ? അതാ ചോദ്യം. ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ ആലുകുട്ടി മുസ്ലിയാർ പറഞ്ഞു, അല്ലെങ്കിൽ തങ്ങൾ പറഞ്ഞു, അല്ലെങ്കിൽ MT മുഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു. ഞങ്ങൾ ഉത്തരവാദിത്തപ്പെട്ട നേതാവാണ്. സമസ്തകളുടെ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറിയാണ്. അല്ലെങ്കിൽ സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ വൈസ് പ്രസിഡന്റാണ്. മൂപ്പര് സമസ്തകളുടെ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറിയാണ്. മൂപ്പര് അതിന്റെ ട്രഷററാണ്. ഉത്തരവാദിത്തപ്പെട്ട ഞങ്ങളാരും പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ ആരെങ്കിലും കുട്ടികൾ അങ്ങനെ തന്നെ അവര് പലതും പറയും, നിങ്ങൾ പത്രകാലത്തെല്ലാം പറയുന്നത് എന്നാ മനസ്സിലായി. അധ്യക്ഷൻ പറഞ്ഞ നിലപാടിനാണ് എല്ലാവർക്കും ഉള്ളത്. പറഞ്ഞ ആള് ഉമർ ഫൈസിയാണ്. അയാളെ തിരുത്തി പറഞ്ഞല്ലോ. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അധ്യക്ഷൻ പറഞ്ഞ ആ അഭിപ്രായം തന്നെ അയാൾക്കുള്ളത്. ഇവിടെ വെൽഫെയർ ലീഗുമായിട്ടുള്ള ബന്ധത്തിനെ പാർട്ടിയായിട്ടുള്ള ബന്ധത്തിനെ പറ്റിയാണ് അയാൾ പറഞ്ഞത്. അത് അയാൾ ചിലപ്പോൾ വ്യക്തിപരമായ ഒരു അഭിപ്രായമായിരിക്കും. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായമല്ല. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ അഭിപ്രായം ഞാൻ പറഞ്ഞിട്ടുണ്ട് മുമ്പ്. പക്ഷെ ഉമർ ഫൈസിന്റെ നിലപാടെന്ന് പറഞ്ഞാൽ അയാളെ വ്യക്തിപരമായ നിലപാടാണ്. അത് സമസ്ത അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ട് ഉമർ ഫൈസിനെ നമ്മൾ എന്തായിട്ടില്ല, അധികാരപ്പെടുത്തിയിട്ടില്ല. ഏത് ആവശ്യത്തിന് മൂപ്പർക്ക് സ്വന്തം അഭിപ്രായം ഉണ്ടാവാലോ. ആ അഭിപ്രായം മൂപ്പര് പറഞ്ഞു. നിങ്ങളാണ് സമസ്തന്റെ എഴുതിയത്. ആര്? ചാനലേരും പത്രക്കാരൊക്കെ. ഉമർ ഫൈസി സമസ്തന്റെ തീരുമാനം എന്ന് പറഞ്ഞ് മൂപ്പര് പറഞ്ഞിട്ട് വളരെ കൃത്യമായ തീരുമാനമാണ്, വളരെ കൃത്യമായ അഭിപ്രായമാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ രത്ന ചുരുക്കം, ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ ലീഗ് ബന്ധപ്പെടുന്നതിന് അത്തരം കാര്യങ്ങളിൽ സമസ്തയ്ക്ക് പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയേണ്ട കാര്യമില്ല. അതിനെ സമസ്ത എതിർത്തിട്ടുമില്ല. എന്നാൽ ഉമർ ഫൈസി നടന്നു പറയുന്നത് കാര്യമാക്കേണ്ട ഒരു കാര്യവുമില്ല. അത് സമസ്തയുടെ അഭിപ്രായമല്ല. അത് ഞാനോ ആലിക്കുട്ടി മുസ്ലിയാരോ തങ്ങളോ അബ്ദുള്ള മൗലവിയോ ഒക്കെ അടക്കമുള്ളവരാണ് പറയാൻ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ സിംപിളി പറഞ്ഞാൽ ഈ തേങ്ങാവെള്ളം കുടിക്കാൻ വരുന്ന പട്ടിക്ക് കൊപ്ര വില തിരക്കേണ്ട കാര്യമില്ല എന്നതാണ് അവർ പറഞ്ഞതിന്റെ ഒരർത്ഥം. ഞാനിത് പറഞ്ഞെന്താണെന്നറിയോ? എന്തുകൊണ്ടാണ് ഈ മുക്കി ഇങ്ങനെ നടന്ന് പറയുന്ന ഈ ഉമർ ഫൈസിയെ എതിർക്കേണ്ടി വരുന്നത് എന്ന് ചോദിച്ചാൽ അത് കേവലം ഒരു ലീഗ് സമസ്ത രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല, അല്ലെങ്കിൽ CPM ലീഗ് സമസ്ത രാഷ്ട്രീയത്തിന്റെ ഭാഗമല്ല. ഇത് ഈ ഉമർ ഫൈസി മുക്കം പറയുന്ന ഈ ക്ലിപ്പുകൾ വ്യാപകമായി സംഘി കൃസംഘി ഗ്രൂപ്പുകളിൽ പ്രചരിക്കുന്നത് മുഴുവൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരിലല്ല, മുസ്ലിം സമൂഹത്തിന്റെ പേരിലാണ്. അതായത് മുസ്ലിം സമൂഹം തീവ്രവാദികളാണ്, അവർ മതരാഷ്ട്രവാദികളാണ്. കണ്ടില്ലേ, ഒരു ചെറിയ തീവ്രവാദി വലിയ തീവ്രവാദ സംഘടനകളെ കുറിച്ച് പറയുന്നു എന്നാണ് പറയുന്നത്. ചെറിയ തീവ്രവാദി എന്ന് പറയുന്നത് ഈ മുക്കി പറയുന്ന ഉമർ ഫൈസി, മറ്റേത് ജമാഅത്ത് ഇസ്ലാമി. ആ ജമാഅത്ത് ഇസ്ലാമി എന്നുള്ളതല്ല, മുസ്ലിങ്ങളെ മുഴുവൻ തീവ്രവാദികളാക്കാനാണ് ഈ സംഗതി ഉപകരിക്കുന്നത്, അല്ലെങ്കിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കാര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ഈ സമൂഹത്തിലെ സാധാരണക്കാരായ മുസ്ലിങ്ങളോട് ഈ അഭിപ്രായം പറയുന്നത്. മുസ്ലിം വോട്ടുകളെ വർഗീയമായി മാറ്റി, തീവ്രവാദപരമായി മാറ്റി, മതരാഷ്ട്രവാദപരമായി മാറ്റുന്ന ആര് മാറ്റിയാലും, ഇനി ഏത് തലയെക്കെട്ടുകാർ മാറ്റിയാലും അതിനെതിരെ ഈ സംഘടനാ വ്യത്യാസമില്ലാതെ ജനാധിപത്യ ബോധത്തോടുകൂടി ഇതിനെ എതിർക്കേണ്ടത് ആവശ്യമാണ്. ഈ സംഘടനകൾക്കെല്ലാം അവരുടെ സംഘടനാ താല്പര്യങ്ങളുണ്ട്. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണും. സുന്നി സമ്മേളനങ്ങൾ നടക്കുന്നു, മുജാഹിദ് സമ്മേളനങ്ങൾ നടക്കുന്നു. ഇവിടൊക്കെ അവർ ചെയ്യുന്നത് എന്താ? അവര് ഒന്നെങ്കിൽ സുന്നിയെ എതിർക്കുന്നു, അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയെ എതിർക്കുന്നു, അല്ലാതെ മുജാഹിദിനെ എതിർക്കുന്നു. അവർ വേറെ ഏതെങ്കിലും വർഗീയ ഫാസിസത്തെ എതിർക്കുന്നു. ഈ റിയാസ് മൗലവിയെ വെട്ടിക്കൊന്നു, അദ്ദേഹത്തിന്റെ പ്രതികളെ വെറുതെ വിട്ടു. ആ വെറുതെ വിട്ടതിനെതിരെ എന്തെങ്കിലും പ്രക്ഷോഭം നടന്നു? ഏതെങ്കിലും സംഘടന നടത്തിയോ? അദ്ദേഹം ഉൾക്കൊള്ളുന്ന മുസ്ലിം സംഘടന ചെയ്തോ? മതസംഘടന ചെയ്തില്ല. എന്താ കാര്യം? സിമ്പിളാണ്. ആർക്കും ഇപ്പൊ ഫസൽ ഗഫൂറിന് സംഭവിച്ചതുപോലെ സംഭവിക്കാൻ താല്പര്യമില്ല. ഈടിയുടെ ചെലന്തി വലയിൽ കുടുങ്ങാൻ താല്പര്യമില്ല. അങ്ങനെ കുടുങ്ങാൻ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ടോ ഇല്ലയോ എന്നറിയാവുന്നത് ഈ സംഘടനക്കാർക്കാണ്. അപ്പൊ അവരതിൽ സേഫായിട്ട് നിന്നോട്ടെ. അത് അവരുടെ ബുദ്ധി, അവരുടെ തന്ത്രം, അവരുടെ വിവേകം ഒക്കെ ആയിക്കോട്ടെ. പക്ഷെ അവിടെ നിന്നുകൊണ്ട് വീണ്ടും ഈ ഗതികെട്ട സമൂഹത്തെ തമ്മിലടിപ്പിക്കുന്നതിനോടാണ് വിരോധമുള്ളത്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ നിങ്ങളോട് പറഞ്ഞതാണ്,
അത് തെറ്റിപ്പോയി എനിക്ക് പറഞ്ഞപ്പോൾ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ എന്ന് പറയുന്ന ആ തങ്ങളുടെ കാലഘട്ടം, അതായത് മലബാർ മേഖലയിലെ കൊയിലാണ്ടി തങ്ങൾമാരെന്നറിയപ്പെട്ടിരുന്ന ഒരു കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ സുന്നി പ്രസ്ഥാനങ്ങളുടെ ഏറ്റവും സുവർണ കാലഘട്ടം എന്നറിയപ്പെടുന്ന ആ കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയനായ ആളായിരുന്നു ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ അന്ന് ലൈസൻസ് ഉള്ള അരിക്കച്ചവടം നടത്തിയിരുന്ന ആളാണ്. ബ്രിട്ടീഷുകാരുടെ കാലത്ത് ലൈസൻസ് വേണമായിരുന്നു അരിക്കച്ചവടം നടത്താൻ. ആ ലൈസൻസ് ഉള്ള അരിക്കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അദ്ദേഹം മുസ്ലിം ലീഗിലേക്ക് വരികയാണ്. മുസ്ലിം ലീഗ് വരുമ്പോൾ മലബാർ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് സത്താർ സേട്ടു സാഹിബ, ജനറൽ സെക്രട്ടറി എന്ന് പറയുന്നത് KM സീതി സാഹിബ. പ്രസിഡന്റ് സത്താർ സേട്ടു സാഹിബ്, ജനറൽ സെക്രട്ടറി KM സീതി സാഹിബ്. ഇവർ രണ്ടുപേരും ഉറച്ച മുജാഹിദുകാരാണ്. അപ്പോ മലബാർ മുസ്ലിം ലീഗ് മുജാഹിദുകാരുടേതാണ് എന്ന് പറഞ്ഞ് മാറി നിന്ന ആളല്ല സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ. സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ഇതിലേക്ക് വരികയും ഇതിന്റെ ഭാഗമാവുകയും ഒക്കെ ചെയ്തു. ആ സന്ദർഭത്തിലാണ് ഈ ഇന്ത്യ പാക് വിഭജനം വരുന്നത്. സത്താർ സേട്ട് സാഹിബ് പാകിസ്ഥാനിൽ പോയി. അവിടെ നിന്ന് അദ്ദേഹം ഹൈക്കമ്മീഷണറായിട്ട് വേറെ ഏതോ രാജ്യത്ത് പോയി, ഈജിപ്തിലോ തുർക്കിയിലോ മറ്റോ. അന്ന് സ്വാഭാവികമായി ജനറൽ സെക്രട്ടറിയായ സീതി സാഹിബാണ് പ്രസിഡന്റ് ആവേണ്ടത്. പക്ഷേ അതിനു പകരം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെയാണ് പ്രസിഡന്റ് ആക്കിയത്. വൈസ് പ്രസിഡന്റ് ആരാ? ഈ ഐക്യസംഘം ഉണ്ടാക്കിയിട്ടുള്ള KM മൗലവി എന്ന് പറയുന്ന മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ദാർശനിക അടിത്തറയുണ്ട് എന്ന് പറയപ്പെടുന്ന ആളാണ്. ഈ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ ആരാ? സുന്നി പ്രസ്ഥാനങ്ങൾക്ക് മതവിദ്യാഭ്യാസത്തിനും ബാക്കി വിദ്യാഭ്യാസങ്ങൾക്കുമുള്ള വളരെ ശ്രദ്ധേയമായ സ്ഥാപനങ്ങൾ ധാരാളമായി ഉണ്ടാക്കിയ, ആ വിഷയത്തിൽ സൂക്ഷ്മതയും ജാഗ്രതയുമുള്ള മനുഷ്യനാണ്. കരുത്തുള്ള മനുഷ്യൻ. അദ്ദേഹം ഇവരെല്ലാം ചേർത്ത് വെക്കുമ്പോൾ ആരെങ്കിലും ഈ സുന്നി മുജാഹിദ് തർക്കം പറഞ്ഞോ? പറഞ്ഞില്ല. ഇത് കേവലം രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമാണ് നിന്നത്. പിൽക്കാലത്ത് തിരൂരങ്ങാടി യത്തീംഖാനയിൽ KM മൗലവിയുടെ നേതൃത്വത്തിൽ ഒരു മുജാഹിദ് പള്ളി സ്ഥാപിച്ചു. ആ പള്ളി സ്ഥാപിക്കുന്നതിന് ആരാണ് തറക്കല്ലിടേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ KM മൗലവി പറഞ്ഞത്, ആ പള്ളിക്ക് തറക്കല്ലിടാൻ ഇന്ന് ഇവിടെ യോഗ്യനായിട്ടുള്ളത് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളാണ്. അതുകൊണ്ട് ബാഫക്കി തങ്ങൾ തന്നെ തറക്കല്ലിടട്ടെ എന്ന് പറഞ്ഞു. അത് മുജാഹിദിന്റെ ഷിർക്കിന്റെ പള്ളിയാണ്, അതുകൊണ്ട് ഞാൻ തറക്കല്ലിടില്ല എന്ന് പറഞ്ഞ് സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങൾ മാറിയോ? തറക്കല്ലിട്ടു. ഇവർക്ക് രണ്ടുപേർക്കും ഷിർക്കും കുഫറും ഇന്ന് കാണുന്ന ഈ അടിയെ സംബന്ധിച്ചൊന്നും എന്താണ് അത് ഉണ്ടാകാതിരുന്നത്? അവരുടെ ഉള്ളിൽ ഈ സംഘടനാ തർക്കങ്ങൾ എന്ന് പറയുന്നത് നിലനിൽപ്പിന് വേണ്ടിയുള്ള ഊർജങ്ങളായിരുന്നില്ല, വളരാൻ വേണ്ടിയുള്ള ഊർജമായിരുന്നില്ല. അവരതിനപ്പുറത്തെ കാലത്തെ കണ്ടു. ആ കാലത്തെ കണ്ട സ്ഥാപനങ്ങളാണെന്ന് വലിയ അടയാളങ്ങളായി നിൽക്കുന്നത്. അവരാരും അവരുടെ മക്കൾക്ക് ജോലി കൊടുക്കുന്നതോ മരുമക്കൾക്ക് ജോലി കൊടുക്കുന്നതോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളോ ആയിരുന്നില്ല. ഒന്നാലോചിച്ചോ. പിന്നീട് ഈ സേട്ടു സാഹിബ് പോയപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളെ ഇതിന്റെ പ്രസിഡന്റാക്കി. സീതി സാഹിബ് ആവാൻ തയ്യാറായില്ല. ഈ ബാഫക്കി തങ്ങൾ പ്രസിഡന്റായി കഴിഞ്ഞ് പിന്നെ കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്തു? PMSA പൂക്കോയ തങ്ങൾ അടക്കമുള്ളവർ ഈ ലീഗിലേക്ക് വരുന്നു. അപ്പോഴത്തേക്ക് എന്തായി? ലീഗില് മലബാറിലെ മുസ്ലിം സമൂഹത്തിന്റെ വലിയ ഒരു മുന്നേറ്റത്തിന്റെ ഇടമായി അത് മാറി. ആ സന്ദർഭത്തിലാണ് മദ്രാശി സംസ്ഥാന തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. അന്ന് 29 സീറ്റുകളിൽ മുസ്ലിം ലീഗ് മത്സരിച്ചു. 29 സീറ്റുകളിലും മുസ്ലിം ലീഗ് മിന്നുന്ന വിജയം നേടി. എന്നിട്ട് അവർ മതരാഷ്ട്രം സ്ഥാപിച്ചോ? എല്ലാവരും കൂടെ ചേർന്ന് സ്ഥാപിച്ചില്ല. വ്യക്തിപരമായി അവരെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കിയോ? ഒന്നും ഉണ്ടാക്കിയില്ല. അവിടെ പ്രതിപക്ഷ നേതാവായിട്ട് വന്നത് മുസ്ലിം ലീഗാണ്. പ്രതിപക്ഷ നേതാവ് മുസ്ലിം ലീഗിന്റേതായിരുന്നു മദ്രാശി സംസ്ഥാന തെരഞ്ഞെടുപ്പിൽ. ഈ പൂക്കോയ തങ്ങളും അബ്ദുസലാം മൗലവിയും തമ്മിലുള്ള ബന്ധം എന്തായിരുന്നു? അബ്ദുസലാം മൗലവി മുജാഹിദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളല്ലേ. അന്ന് ഇവരെ രണ്ടുപേരെയും കൂടി ഒരുപോലെ വളഞ്ഞിട്ട് ബ്രിട്ടീഷ് സർക്കാർ പിടിച്ച് ജയിലിൽ കൊണ്ടിട്ടു. ഇപ്പൊ പൂക്കോയ തങ്ങൾ പറഞ്ഞ എന്താ? അന്ന് പല രാത്രികളിലും ഏറ്റവും മനോഹരമായ അബ്ദുസലാം മൗലവിയുടെ ഖുർആൻ പാരായണം കേട്ടാണ് അവിടുത്തെ വിരസത മാറ്റിയത്, മനസ്സിന്റെ ക്ലേശം മാറ്റിയത്. അതുകൊണ്ട് തന്നെ പിന്നീട് അദ്ദേഹത്തെ ഇമാമായിട്ട് പിന്തുടർന്ന് നിസ്കരിച്ചു. ഇതൊക്കെ എന്ത് കാര്യമാണ്? വലിയ വലിയ മനുഷ്യരുടെ ഇടയിലുള്ള വിശാലമായ കാഴ്ചപ്പാടുകളുടെ സംഗതിയാണ് ഇതൊക്കെ. അപ്പൊ അതുകൊണ്ട്
ഇതിനകത്തേക്ക് മുസ്ലിം വോട്ടുകളിലേക്ക് വിഷം പുരട്ടി വർഗീകരിച്ച് ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന ഏത് തലയെക്കെട്ടുകാരനോടും മുസ്ലിം സമൂഹം ഒറ്റക്കെട്ടായി പറയേണ്ടത് രാഷ്ട്രീയ നിലപാട് അത് ഞങ്ങൾ തീരുമാനിച്ചോളാം. ഇവർക്കെല്ലാം ഭരിക്കുന്ന രാഷ്ട്രീയക്കാരുടെ ഒത്താശ വേണം, പിന്തുണ വേണം. അതിനൊരു പല അഭ്യാസങ്ങളും കാണിക്കും. നിങ്ങൾ ഭരിക്കുന്നവരോ ഭരിക്കാത്തവരോ ആർക്കായാലും രാഷ്ട്രീയ ബോധത്തോടുകൂടി നിങ്ങൾ വോട്ട് ചെയ്യുക എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിൽ ഈ മതം പുരട്ടി മതരാഷ്ട്രവാസം പറഞ്ഞ് പണ്ട് മൗദൂദി അങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് ഈ മൗദൂദിയും ഐക്യസംഘമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഈ സെയ്ദ് അബ്ദുറഹ്മാൻ ബാഫക്കി തങ്ങളും പൂക്കോയ തങ്ങളും ഒക്കെ അടങ്ങുന്ന KM മൗലവി സീതി സാഹിബും ഒക്കെ ഈ കാര്യത്തിൽ വലിയ മാതൃക കാണിച്ച് മുന്നോട്ട് പോയത്. അത് മറക്കാതിരിക്കണം.